വെൽക്കം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്ന ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ്. നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പോൾ ഓപ്പൺ ആകാൻ പോകുന്ന ഒരു കോസ്മിക് എനർജി പോർട്ടൽ ഏതാണ് എന്നാണ് നോക്കുന്നത്. എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിലെല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻസ് അറിയാം, നിങ്ങളുടെ എനർജി ഏത് ലെവലിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒന്നും ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാതിരിക്കാനായിട്ട് പ്രത്യേകം ഓർക്കുക. ഇത് റിപ്പീറ്റഡ് ആയിട്ട് പലരും വീഡിയോസ് കാണുന്നുണ്ട്. അത് നിങ്ങളുടെ സിറ്റുവേഷൻസ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, അല്ലെങ്കിൽ ഈ റീഡിങ്ങിൽ വരുന്ന കാര്യങ്ങളൊന്നും തന്നെ നിങ്ങളുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത ടോപ്പിക്സ് അല്ല, കാര്യങ്ങളല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഇഗ്നോർ ചെയ്യാനായിട്ട് തന്നെ ശ്രമിക്കുക. ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൽ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അവരുടെ ലൈഫ് സിറ്റുവേഷൻസ് വേറെ ആയിരിക്കാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ വെച്ച് അവർ റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് തോന്നിയതുകൊണ്ടാണ് ഇത് റിപ്പീറ്റ് ആയിട്ട് പറയുന്നത്. എന്തായാലും നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നിങ്ങളുടെ ഇപ്പോൾ നിൽക്കുന്ന നിങ്ങളുടെ ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യം മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിലും യൂണിവേഴ്സ് അത് നമുക്കത് മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കി തരുന്നത് നമ്മുടെ ഫ്രീക്വൻസി ലെവൽ അതിനായി മാച്ച് ആകുമ്പോൾ മാത്രമേ നമ്മുടെ ഒരു മാനിഫെസ്റ്റേഷൻ നടക്കുന്നുള്ളൂ. അപ്പോൾ കറൻ്റ്ലി നിങ്ങളുടെ ഈ ഒരു ഫ്രീക്വൻസി ഇപ്പോൾ നിൽക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു അലൈൻമെൻറ്റ് സ്റ്റേജിലേക്ക് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ബിക്കോസ് കാർഡ് കിട്ടിയിരിക്കുന്ന ഇവിടെ മെഡിറ്റേഷനാണ്. കുറച്ചും കൂടി നിങ്ങൾ ഡീപ്പർ ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ കണക്ഷനിലേക്ക് പോയിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ലൈഫിൽ ഒരു പക്ഷേ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഇപ്പോൾ ലൈഫിൻ്റെ ഒരു പർപ്പസ് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടെന്നാണ് ഇവിടെ കാണുന്നത്. എല്ലാ തിരക്കിൽ നിന്നും എല്ലാം മാറി നിങ്ങളൊരു സ്റ്റിൽനെസ് എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് നിങ്ങളുടെ ചിന്താഗതി മാറിയിരിക്കുന്നതായിട്ടാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഒരു ടൈമിൽ നിങ്ങൾ കുറച്ചും കൂടി സമയം ഒരു സെൽഫ് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റെല്ലാവരിൽ നിന്നും മറ്റു ചിന്തകളിൽ നിന്നും മാറിക്കൊണ്ട് കുറച്ച് ക്വയറ്റ് ടൈം ആയിട്ട് ഇരിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ മോസ്റ്റ്ലി ഈ ഒരു ഫ്രീക്വൻസി വരാൻ നിങ്ങൾ കൂടുതലായിട്ടും മെഡിറ്റേഷനൊക്കെ ഒരുപാട് ഫോളോ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഫ്രീക്വൻസി നിങ്ങളുടെ ഇപ്പോഴുള്ള ഫ്രീക്വൻസിയിൽ നിന്നും നിങ്ങൾക്ക് ഹയർ ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു എനർജറ്റിക് സ്റ്റേറ്റിലേക്ക് ഇപ്പം നീങ്ങാൻ സാധിച്ചിട്ടുണ്ട്. മനസ്സ് ശാന്തമാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഇന്നർ വോയിസ് കേൾക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു ഇൻഡ്യൂഷൻ എന്നുള്ളൊരു പർപ്പസിലേക്ക് നിങ്ങൾക്ക് വരാനായിട്ട് ഒരു പരിധി വരെ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഓപ്പൺ ആകുന്ന ഒരു പോർട്ടൽ എന്ന് പറയുന്നത് വിസ്ഡമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഹയർ നോളജിലേക്കാണ് യൂണിവേഴ്സ് നിങ്ങളെ നയിക്കുന്നത്. കുറച്ചും കൂടി നിങ്ങളുടെ സോൾ ലെസൺസ് നിങ്ങളെ പഠിക്കാനും അല്ലെങ്കിൽ മനസ്സിലാക്കാനും നിങ്ങൾക്ക് അതേസമയം ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം കിട്ടാനുമുള്ളൊരു സമയമാണ്. അത് പല വാക്കുകളിലൂടെയാവും മറ്റുള്ളവരുടെ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു പ്രസൻസിലായിരിക്കാം, പുതുതായി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന പേഴ്സൺസിലൂടെ ആയിരിക്കാം. ഏത് രീതിയിൽ തന്നെയായാലും നിങ്ങളുടെ ഒരു ഫ്രീക്വൻസി ഹൈയിലേക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് ഹൈലി ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള പല പാഠങ്ങൾ അല്ലെങ്കിൽ ഹയർ നോളേജ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അതുതന്നെയാണ് നിങ്ങൾക്ക് ഓപ്പൺ ആകുന്നൊരു പോർട്ടൽ എന്ന് പറയുന്നത്. ഈ പോർട്ടൽ ഓപ്പൺ ആകാനുള്ളൊരു പർപ്പസ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഒരു അലൈൻമെൻറ്റ് സ്റ്റേജിൽ നിൽക്കുന്നു, അതേസമയം നിങ്ങൾ കറൻ്റ്ലി നിങ്ങൾക്ക് പാസ്റ്റിലുണ്ടായിരുന്ന പല കാര്യങ്ങളും റിലീസ് ചെയ്യാനായിട്ട് അതിനുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് പാസ്റ്റിലുണ്ടായിരുന്ന വൂണ്ട്സ് ആയിരിക്കാം, ബർഡൻസ് ഒരുപാടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞൊരു പാസ്റ്റ് ലൈഫിൽ നിന്നും ക്യാരി ഓൺ ചെയ്ത കർമ്മയുടെ വെയിറ്റ് ഒക്കെ നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ടും, നിങ്ങൾക്ക് ചിലപ്പോൾ ടോക്സിക് അറ്റാച്ച്മെൻറ്റ്സിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന പല ബുദ്ധിമുട്ടുകൾ ഒക്കെ തരണം ചെയ്യാനും, അല്ലെങ്കിൽ അത് റിലീസിങ് സ്റ്റേറ്റിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ കടന്നു പോയത് കൊണ്ട് തന്നെ ആയിരിക്കണം നിങ്ങളെല്ലാ ഒരു ക്രൗഡഡ് പ്ലേസ് അല്ലെങ്കിൽ ക്രൗഡഡ് ആയിട്ടുള്ള വ്യക്തികളിൽ നിന്ന് നിങ്ങൾ മാറിക്കൊണ്ട് ഒരു ക്വയറ്റ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു ടൈമിൽ എന്തായാലും റിലീസ് ആകാനായിട്ട് തയ്യാറായിരിക്കുന്നു. നിങ്ങൾക്ക് ഉണ്ടായിരുന്ന പെയിൻ, ബർഡൻസ് എല്ലാം തന്നെ നിങ്ങളിപ്പോൾ റിലീസ് ചെയ്യാനായിട്ട് നിൽക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്കിപ്പോൾ വരുന്നൊരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ആക്റ്റീവ് ആകാൻ പോകുന്നത് ഒരു കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അത് ഇന്നറും ആകാം ഔട്ടറും ആകാം. ഇന്നർ എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഇൻറ്റ്യൂഷനെ കുറച്ചും കൂടി അറ്റാച്ച്ഡ് ആകാൻ പോകുന്നുണ്ട്. പണ്ട് നിങ്ങൾ പല കാര്യങ്ങൾ ഇഗ്നോർ ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അത്
നമ്മുടെ ഒരു തോന്നൽ മാത്രമായി വിട്ട പല കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾക്കതൊരു കറക്റ്റ്ലി നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ തീരുമാനമെടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ളൊരു അവസ്ഥയിലൂടെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ കറക്റ്റായിട്ട് നിങ്ങളുടെ ആ ഇൻറ്റ്യൂഷൻ നിങ്ങളെ വളരെ നല്ല രീതിയിൽ തന്നെ ഗൈഡ് ചെയ്യാൻ പോകുന്നതെന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഔട്ടർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണോ സത്യം പറയാനുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോൺസിക്വൻസസിനെ ആലോചിച്ചുകൊണ്ട് നിങ്ങൾ പല കാര്യങ്ങൾ പറയാതിരിക്കുകയാണെങ്കിൽ ആ ഒരു ഫിയർ ഫാക്ടർ മാറിക്കൊണ്ട് ക്ലിയറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത്. ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചുറ്റും നിൽക്കുന്ന ചുറ്റും മിങ്കിൾ ചെയ്യുന്ന വ്യക്തികൾ അവർക്ക് ഒരു പക്ഷേ നിങ്ങളുടെ ഈ ഒരു ചേഞ്ചസ് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാവാം. കാരണം നിങ്ങളുടെ ഇപ്പോൾ ഉള്ളൊരു വോയിസ് എന്ന് പറയുന്നത് ഒരുപാട് സ്ട്രോങ്ങറാണ്. നിങ്ങൾ പറയുന്ന ഓരോ വേർഡ്സ്, നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഒരുപാട് ഹീലിംഗ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ പല കാര്യങ്ങൾ, അതിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വരുന്ന ചെറിയ കാര്യങ്ങളായിരിക്കും, ഒരു ഇൻറ്റ്യൂഷൻ ത്രൂ നിങ്ങൾക്ക് സയൻസും മെസ്സേജസും ഒക്കെ വളരെ ഷാർപ്പറായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഇതിലൊരു ചലഞ്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഷാഡോ എനർജി എന്ന് പറയുന്നത് ഇൻസൈറ്റ് എന്ന് പറയുന്ന കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ചില സമയങ്ങളിൽ നിങ്ങൾക്കൊരു ഇന്നർ വിഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്യാനുള്ളൊരു ഹെസിറ്റേഷൻ നിങ്ങൾ ചിലപ്പോൾ കാണിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ളൊരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ അത് എന്തുകൊണ്ട് അല്ലെങ്കിൽ അത് വെറും ഒരു തോന്നലാകാം എന്നുള്ള രീതിയിൽ വിടാനുള്ളൊരു ചാൻസസ് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു സ്റ്റേജിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അത് സ്കാറ്റേഡ് ആവേണ്ട ഒരു ഡൗട്ട്ഫുൾ ആകേണ്ട ഒരു ആവശ്യം ഇവിടെ കാണുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് നെക്സ്റ്റ് ഉടനെ വരാൻ പോകുന്നത് പറഞ്ഞ മിറാക്കുലസ് എനർജീസ് തന്നെയാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ പോകുന്നത്. നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ബ്ലെസ്സിങ്സ്, ഈ ഒരു നിമിഷം നിങ്ങൾക്ക് യാതൊരു ഹോപ്പ് ഇല്ലാത്ത പേഴ്സൺ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഒരു 0 എന്നുള്ള പോലെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഡോർസ് ഓപ്പൺ ആകാൻ പോകുകയാണ്. നിങ്ങൾ തന്നെ പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളും അല്ലെങ്കിൽ വ്യക്തികളിൽ തന്നെ പല മാറ്റങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നതാണ്. എന്തായാലും ഒരു മിറാക്കുലസ് എനർജിയാണ് യൂണിവേഴ്സ് നിങ്ങൾക്കൊരു ബ്ലെസ്സിങ്സ് ആയിട്ട് ഇവിടെ കൊണ്ടുവരുന്നത്. നിങ്ങൾക്കിപ്പോൾ ഒരു ഡോർ ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു ഫേസ് ഇപ്പോൾ ആണെങ്കിൽ കൂടി നിങ്ങളുടെ ഈ പോർട്ടൽ ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾക്ക് സ്ട്രഗ്ലിംഗ് ഫേസ് ഇവിടെ എൻഡ് ആകാണ്. അതുപോലെ തന്നെ അതിന് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ട്രസ്റ്റ് തന്നെയാണ്. നിങ്ങളിപ്പോൾ എന്തൊക്കെ നിങ്ങളുടെ ചുറ്റുപാടാണെങ്കിലും ആ ഒരു ദൈവത്തിലുള്ളൊരു ട്രസ്റ്റ് വിടാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്കുള്ളൊരു അഡ്വൈസ്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു പാതയിൽ നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് തരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് ഒരു മെഡിറ്റേഷനിലൂടെ നിങ്ങളിപ്പോൾ പോകുന്ന പോലെ തന്നെ ഒരു മൈൻഡ് കാമായി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിൽ നിന്ന് വരുന്ന ആ ഒരു ഇന്നർ വോയിസിനെ ഫോളോ ചെയ്തുകൊണ്ട് പോകുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് ഒരു അബണ്ടൻസ് മിറാക്കിൾസ് തന്നെയാണ്. അപ്പോൾ മേ ബി നിങ്ങൾ വിചാരിക്കാത്ത പല ഫിനാൻഷ്യലോ ഇമോഷണലോ അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള റിച്ച്നെസ് ഒക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഒരിക്കൽ നിങ്ങളൊരു മെഡിറ്റേഷൻ റിലീസ് അതുപോലെ തന്നെ നിങ്ങൾ ട്രസ്റ്റ് എന്നൊരു പ്രോസസ്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ആ ഫ്രീക്വൻസി അലൈൻമെൻറ്റിലേക്ക് എത്താൻ പറ്റുന്നതാണ്. വൺസ് യു റീച്ച് ഫ്രീക്വൻസി അലൈൻമെൻറ്റ് യൂണിവേഴ്സ് വിൽ ഡെഫിനറ്റ്ലി സപ്പോർട്ട് യു. അപ്പോൾ നിങ്ങൾ എന്ത് കാര്യം മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ആ ഫ്രീക്വൻസിയിൽ ഒരു പ്രാവശ്യം എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന അബണ്ടൻസ് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഇടയ്ക്കുണ്ടാകുന്ന ഒരു സെൽഫ് ഡൗട്ട് അല്ലെങ്കിൽ ഒരു ഇൻറ്റ്യൂഷനെ ഡൗട്ട് ചെയ്യുക, നമ്മുടെ ഇന്നർ വോയിസിനെ പലപ്പോഴും ഇഗ്നോർ ചെയ്യുക, ആ ഒരു കാര്യങ്ങൾ വരാണെങ്കിൽ അത് മാറ്റി നിർത്തിക്കൊണ്ട് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് അതിനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് അതിന് ഉള്ള ഉത്തരം നിങ്ങളുടെ ആന്തരികമായിട്ടുള്ള ഒരു ശക്തി തന്നെ ഈശ്വരൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ഫോളോ ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുക. നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും എത്രയൊക്കെ പ്രതീക്ഷയില്ലാത്തൊരു ലൈഫ് നിങ്ങൾക്കൊക്കെ പോകുകയാണെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്നൊരു മാറ്റം തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെ ഇതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ വരാൻ പോകുന്ന ഒരു ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ ഒരു എനർജി പോർട്ടൽ ഓപ്പൺ ആകാൻ പോകുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫുമായിട്ട് ഈ ഒരു എനർജീസ് റെസണേറ്റ് ചെയ്ത് നോക്കുക. നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോയിലെ കാര്യങ്ങൾ സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതർവൈസ് നിങ്ങളിത് പൂർണ്ണമായിട്ടും ഇഗ്നോർ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ്, ഫിനാൻസ്, കരിയർ, അതുപോലെ തന്നെ പെൻഡുലം ഡൗസിങ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് പേഴ്സണൽ കൺസൾട്ടേഷനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ലൈഫുമായിട്ട് റെസനേറ്റ് ചെയ്ത സിറ്റുവേഷൻസ് ഈ റീഡിങ്ങിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കുക. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.